ഞാൻ ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 3 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇത് വേവിക്കാനുള്ള വെള്ളം ഞാൻ സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുക്കറിലാണ് ഈ റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ഞാൻ 2 ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഈ മിക്സിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ കുക്കറിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയം കൊണ്ട് തന്നെ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുതിരാൻ വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ റൈസ് പകുതി വേവാവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. പകുതി വേവാകുമ്പോൾ ഇത് ഊറ്റിയെടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിൽ 2 ലെയറായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചിക്കൻ പീസസിൻ്റെ ഒരു പകുതി വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് മൂടുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം റൈസ് ഒരുപാട് ഓയിലി ആയി പോകും. ഇനി ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല വിതറി കൊടുക്കാം. ഇനി കളറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹോം മെയ്ഡ് റെഡ് ഫുഡ് കളറാണ്. യെല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ റൈസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും ആദ്യം ചെയ്ത പോലെ തന്നെ ഗരം മസാലയും ഫുഡ് കളറും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ട കത്തിച്ച കനൽ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുക വരുന്ന സമയത്ത് തന്നെ കുക്കർ അടച്ച് വെക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 1 വിസിലടിക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ റൈസ് ഒരുപാട് കുക്കായി പോവും. പ്രഷറൊന്ന് റിലീസായ ശേഷം കുക്കറൊന്ന് തുറന്ന് റൈസും ആ ചിക്കനിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിലും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ആ ഓയിലും റൈസും കൂടി നന്നായി മിക്സ് ആക്കാൻ ശ്രദ്ധിക്കണം, കാരണം ആ ഓയിലിലാണ് ചിക്കൻ്റെയും മാഗി ക്യൂബിൻ്റെ ആ കുരുമുളക് പൊടിയുടെയൊക്കെ ഫ്ലേവർ നല്ലോണം റൈസിൽ മിക്സ് ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം.